പ്രൈസ് ലോർഡ്. എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഞങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ മുന്നിൽ ലൈവിൽ വരുവാൻ ദൈവം സഹായിച്ചോർത്ത് സകല മഹത്വവും യേശുവിന് അർപ്പിക്കുന്നു. ഞങ്ങൾ ഈ ഫേസ്ബുക്ക് പേജിൽ രണ്ടാമത്തെ തവണയാണ് ലൈവ് ചെയ്യുന്നത്. 2 മാസങ്ങൾക്ക് മുന്നേ ഒരു ഉച്ച സമയത്ത് 12 മണിക്ക് ഞങ്ങൾ ലൈവ് ചെയ്യുകയുണ്ടായി. എന്നാൽ വീണ്ടും ഇതിൽ ടീമായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ലൈവ് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. സകല മഹത്വവും യേശുവിന് അർപ്പിക്കുന്നു. നമുക്ക് അല്പസമയം ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാനാണ് പോകുന്നത്. ഞങ്ങളെ കൂടെ ജോയിൻ ചെയ്യുന്ന എല്ലാവരോടും ഞങ്ങൾ ഏത് പേജിലായാലും പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ആദ്യം മുതൽ ഞങ്ങളോടുകൂടെ ജോയിൻ ചെയ്യുമ്പോൾ വെറും കാഴ്ചക്കാരെ പോലെ അല്ലെങ്കിൽ കേൾവിക്കാരെ പോലെ കണ്ടുകൊണ്ടിരിക്കാനല്ല, നമ്മൾ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ് പോകുന്നത്. അതുകൊണ്ട് ഞങ്ങളോട് ചേർന്ന് ജോയിൻ ചെയ്യുന്നവരെല്ലാം ഈ പാട്ടുകൾ ഞങ്ങൾ പാടുമ്പോൾ തന്നെ ഞങ്ങളോട് കൂടെ ചേർന്ന് പാടുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നിങ്ങളിടയായി തീരണം. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആദ്യമായിട്ട് ഞങ്ങൾ പാടുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന സോങ്സ് ആണ്. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ. ഹല്ലേലൂയ. ഈ സോങ് അറിയാത്തവരായിട്ട് ആരുമില്ലെന്ന് വിശ്വസിക്കുന്നു. നമ്മളെ ഇന്നയോളം നടത്തിയ നമ്മൾ ഉരുവായതിന് മുന്നേ നമ്മളെ മെനഞ്ഞ് നമ്മുടെ ഈ ലോകത്തിലേക്ക് വന്നു. ഹല്ലേലൂയ. നമ്മുടെ സകല പാപത്തിലായിരുന്ന നമ്മളെ വിളിച്ചു വേർതിരിച്ച് ആ പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ തന്ന് ഇന്നയോളം നടത്തിയ, ഇന്നയോളം പുലർത്തിയ ആ യേശുവിനെ ഒരുമിച്ചൊന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. എല്ലാവരും നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് പ്രാർത്ഥനയോടെ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്നവർ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ലൈവ് ജോയിൻ ചെയ്യുക. നമുക്ക് ആ പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. അന്യഭാഷകളൊന്ന് സ്തുതിക്കാമോ? പാപഭാരമൻ എൻ്റെ ഭാരമെല്ലാം തൻ്റെ ചുമലിൽ ഏറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ചു. എൻ്റെ യേശു എത്ര നല്ലവൻ, എനിക്കായി കുരിശിൽ മരിച്ചു. എൻ്റെ യേശു എത്ര നല്ലവൻ. ആ ഭാരമുള്ളിൽ നേരിടുന്ന അവസ്ഥയെ നമ്മളെ മാറോട് ചേർത്ത് നിന്ന് സ്നേഹിക്കുന്ന ആ യേശുവിൻ്റെ സ്നേഹം എത്ര പേർ രുചിച്ചറിയുന്നു? ചേർന്ന് പാടാമോ? ഭാരമുള്ളിൽ നേരിടും, നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്ന് നോദിടും, തൻ മാർവിലെന്നെ ചേർത്തിടും. ഭാരമുള്ളിൽ നേരിടും, നേരമെല്ലാം താങ്ങിടും. ഭാരമുള്ളിൽ നേരിടും, നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്നോ നോദിടും, തൻ മാർവിലെന്നെ ചേർത്തിടും. സാരമില്ലെന്നോ
മോതിരും തൻ മാർവിലെന്നെ ചേർത്തിടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ യേശു. ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ യേശു. ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ. ഹല്ലേലൂയ. യേശു ഇന്നലെ ഇന്നും എന്നേക്കും അന്യനല്ല. ഹല്ലേലൂയ. ആ യേശുവിനെയാണ് നമ്മൾ ഒരുമിച്ച് ആരാധിക്കുന്നത്, ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുന്നത്. ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും വീണ്ടും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നിങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടി ആനന്ദത്തോടു കൂടി ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുക. ആദ്യമായിട്ട് ഞങ്ങൾ പാടുവാൻ ആഗ്രഹിക്കുന്ന സോങ് നന്മയെല്ലാം നൽകിയിടുന്ന എന്ന് തുടങ്ങുന്ന സോങ്ങാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. നിങ്ങൾ ചേർന്ന് പാടുക. അതിനായിട്ട് ആ പാട്ട് പാടുവാനായിട്ട് പ്രിയ സ്നേഹയെ ക്ഷണിച്ചോളൂ. Praise the Lord.
ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും ആ നല്ലിടയനായ യേശു നമ്മെ തേടി വന്നു എന്ന് ചേർന്നത്ര പേർ പാടി ഹല്ലേലൂയ. ആ നന്മ നൽകിയിടുന്നു നമുക്ക് ദൈവം തന്ന എല്ലാ ദാനവും, ആ ദൈവം ദാനമായിട്ട് തന്ന ആ എന്തുണ്ടോ അതെല്ലാം ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം. ഞങ്ങൾ പാടുമ്പോൾ തന്നെ നിങ്ങൾ ചേർന്ന് പാടുവാൻ ശ്രമിക്കുക. അടുത്തായിട്ടൊരു ഹിന്ദി സോങ് ആണ് സിസ്റ്റർ മഹിമ നമുക്ക് വേണ്ടി പാടുന്നത്. ബവർക്കി ബീച്ച് മേ എന്ന് തുടങ്ങുന്ന ഹിന്ദി സോങ് ആണ്. നിങ്ങളെല്ലാവരും കേട്ട് അറിയാവുന്നവർ ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. പ്രാർത്ഥനയോടെ നമുക്ക് ശ്രദ്ധിക്കാം. Praise Lord. कर
ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അടുത്തായിട്ട് പാടുവാൻ ആഗ്രഹിക്കുന്നത് ഒരു ഇംഗ്ലീഷ് സോങ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സോങ്ങിൻ്റെ ട്രാൻസ്ലേഷനായ ഒരു സോങ്ങാണ്, മലയാളത്തിലുള്ള സോങ്ങാണ് ഞാൻ പാടുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളെല്ലാവരും അറിയാവുന്നവർ ചേർന്ന് പാടുക. എനിക്ക് പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും, യേശുവൻ സ്വന്തം, ഹല്ലേലൂയ. എന്നോട് ഭാഗ്യം ചൊല്ലിക്കൂടാ, പഴയതെല്ലാം കഴിഞ്ഞുപോയി, കണ്ടാലും സർവ്വം പുതിയതായി. എത്ര പേർക്ക് ആ ഒരു വിശ്വാസമുണ്ട്? യേശു എൻ്റെ സ്വന്തമാണ്, എന്നോട് ഭാഗ്യം. നമ്മുടെ ഭാഗ്യം ഇന്ന് ലോകത്തിൽ ലോട്ടറി അടിക്കുന്ന ഭാഗ്യമുണ്ട്, അനേക ഭാഗ്യങ്ങളുണ്ട്. എന്നാൽ യേശു എൻ്റെ സ്വന്തം, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മഹത്വം. എന്നോട് ഭാഗ്യം യേശു എൻ്റെ സ്വന്തമായതുകൊണ്ടാണ്. അതുകൊണ്ടെന്നാണ് പഴയതെല്ലാം കഴിഞ്ഞുപോയി, എല്ലാം സർവ്വതും പുതിയതാക്കി തീർത്തിരിക്കുന്ന ആ യേശുവിനെ ഒരുമിച്ച് മഹത്വപ്പെടുത്തുവാൻ നിങ്ങൾ തയ്യാറാകാമോ? അറിയാവുന്നവർ ഈ പാട്ട് ചേർന്ന് പാടുക. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആ കരങ്ങളെ ഉയർത്തിക്കൊണ്ട് ഹല്ലേലൂയ, യേശു എൻ്റെ സ്വന്തം, ഹല്ലേലൂയ. ആ പഴയതെല്ലാം, എൻ്റെ പഴയതെല്ലാം കഴിഞ്ഞുപോയി, എൻ്റെ സർവ്വതും ഇന്ന് പുതിയതാക്കി തീർത്ത ആ യേശു എൻ്റെ സ്വന്തമാണ്. ഹല്ലേലൂയ. എന്നോട് ഭാഗ്യം ആ യേശുവാണ്. യേശുവൻ സ്വന്തം, ഹല്ലേലൂയ. എന്നോടെ ഭാഗ്യം ചൊല്ലിക്കൂടാ, പഴയതെല്ലാം കഴിഞ്ഞുപോ, കണ്ടാലും സർവം പുതിയതാ. എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും. എനിക്കു പാട്ടും തൻ കുരിശും ദൈവ കുഞ്ഞാടും തൻ കുരിശും. എൻ്റെ യേശു എൻ്റെ സ്വന്തം, എൻ്റെ തീർന്നു എന്നാന്ത്യം, നീങ്ങിരാവും, ഇരുട്ടിൻ പാശം അറുത്തു ഞാൻ, ജീവപ്രകാശം കാണുന്നു ഞാൻ. എത്ര പേർക്ക് ആ ഒരു വിശ്വാസത്തോടുകൂടെ പറയാൻ സാധിക്കും? എൻ്റെ ഇരുട്ടെല്ലാം തകർത്ത് കളഞ്ഞു, ജീവപ്രകാശം എന്നിൽ നിന്ന് ഉദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ സന്തോഷത്തോടുകൂടെ പറയും, യേശു എൻ്റെ സ്വന്തം. ഹല്ലേലൂയ. യേശുവൻ സ്വന്തം, ഹല്ലേലൂയ. തീർന്നു എന്നാന്ത്യം, നീങ്ങിരാവും, ഇരുട്ടിൻ പാശം അറുത്തു ഞാൻ, ജീവപ്രകാശം കാണുന്നു ഞാൻ. ചേർന്ന് പാടാം. യേശുവൻ സ്വന്തം, ഹല്ലേലൂയ. തീർന്നു എന്നാന്ത്യം, നീങ്ങിരാവും, ഇരുട്ടിൻ പാശം
അടുത്ത സ്റ്റാൻസ് ഇങ്ങനെയാണ് പറയുന്നത്: യേശുവൻ സ്വന്തം, തുറന്ന സ്വർഗം കാണുന്നിതാ, പാപം താൻ നീക്കി രക്തത്തിനാൽ, ദൈവ കുഞ്ഞാടാക്കി ആത്മാവിനാൽ. ഹല്ലേലൂയ. നമ്മൾ കാണുന്നത് തുറന്ന ഒരു സ്വർഗത്തെയാണ്. പിന്നെ എന്താണ്? എൻ്റെ പാപമെല്ലാം ആ യേശുവിൻ്റെ രക്തത്താൽ നീക്കിക്കളഞ്ഞുകൊണ്ട് ആ ദൈവത്തിൻ്റെ കുഞ്ഞാക്കി തീർത്തിരിക്കാൻ യേശുവെ അങ്ങ് സ്വന്തമാകുന്നു. ഹല്ലേലൂയ. യേശുവൻ സ്വന്തം, ഹല്ലേലൂയ. തുറന്ന സ്വർഗം കാണുന്നിതാ, പാപം താൻ നീക്കി രക്തത്തിനാൽ, ദൈവ കുഞ്ഞാക്കി ആത്മാവിനാൽ. ചേർന്ന് യേശുവൻ സ്വന്തം, ഹല്ലേലൂയ. തുറന്ന സ്വർഗം കാണുന്നിതാ, പാപം താൻ നീക്കി രക്തത്തിനാൽ, ദൈവ കുഞ്ഞാക്കി ആത്മാവിനാൽ. എനിക്ക് പാട്ടും പ്രശംസയും, ദൈവ കുഞ്ഞാടും തൻ കുരിശും. എനിക്കു പാട്ടും പ്രശംസയും, ദൈവ കുഞ്ഞാടും തൻ കുരിശും. ചേർന്ന് പാടാം. യേശുവൻ സ്വന്തം, ഹല്ലേലൂയ. എന്നോടെ ഭാഗ്യം ചൊല്ലിക്കൂടാ, പഴയതെല്ലാം കഴിഞ്ഞു പോ, കണ്ടാലും സർവം പുതിയതാ. എനിക്ക് പാട്ടും പ്രശംസയും, ദൈവ കുഞ്ഞാടും തൻ കുരിശും. എനിക്കു പാട്ടും പ്രശംസയും, ദൈവ കുഞ്ഞാടും തൻ കുരിശും. ചേർന്നോടെ ശാന്തമായെന്ന് പാടാമോ? എനിക്കു പാട്ടും പ്രശംസയും, ദൈവ കുഞ്ഞാടും തൻ കുരിശും. എനിക്കു പാട്ടും പ്രശംസയും, ദൈവ കുഞ്ഞാടും തൻ കുരിശും. ഹല്ലേലൂയ. അതാകണം നമ്മുടെ ലക്ഷ്യം. ഹല്ലേലൂയ. അതാകണം നമ്മുടെ പ്രത്യാശ. യേശു എൻ്റെ സ്വന്തം. ഹല്ലേലൂയ. ആ സകല മഹത്വവും യേശുവിനെ അർപ്പിച്ചുകൊണ്ട് അടുത്തായിട്ട് അല്പസമയം നിങ്ങൾ ഇത്ര നേരം ഞങ്ങളോട് സോങ് കേട്ട് ജോയിൻ ചെയ്യുമായിരുന്നു. അല്പസമയം നമുക്ക് ദൈവവചനത്തിൽ ചിന്തിക്കാം. അതിനായിട്ട് പ്രിയ സ്നേഹ ക്ഷണിച്ചു. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഡിക്റ്റഡ് ടു ജീസസ് എന്ന ഈ പേജിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ലൈവ് ചെയ്യുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവം ഇടയാക്കിയ ഈ നല്ല അവസരത്തിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത്രയും നേരം നമ്മൾ പാട്ടുകൾ പാടിയും പാട്ടുകൾ കേട്ടും ദൈവത്തെ ആരാധിക്കുകയായിരുന്നു. ഇന്നത്തെ കുറച്ചു നേരത്തെ ഒരു ചെറിയ ചിന്തയ്ക്ക് ആധാരമായ സഭാപ്രസംഗി 12:1 നമുക്ക് വായിക്കാം. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ അറിഞ്ഞുകൊള്ളുക, ഓർത്തുകൊള്ളുക. യൗവനകാലത്ത് നമ്മളെ സൃഷ്ടിച്ചവനെ, നമ്മുടെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുവാൻ ഇവിടെ പറയുന്നു.
ആട്ടിടയന്റെ സ്ഥാനത്ത് നിന്നും ഇസ്രായേലിന്റെ രാജ്യസദസ്സിൽ വരെ എത്തിച്ചേർന്ന ഉയർക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ദാവീദ്. അദ്ദേഹത്തിന്റെ മകനായ ശലോമോൻ യൗവനപ്രായത്തിൽ തന്നെ രാജ്യഭരണം ഏറ്റെടുത്തിരുന്നു. അങ്ങനെ ശലോമോൻ രാജാവ് ആദ്യം ചെയ്ത പ്രവൃത്തി ദൈവത്തിന്റെ ആലയം പണിയുക എന്നതായിരുന്നു. ആ പ്രവൃത്തിയിൽ ദൈവം പ്രസാദിച്ചു. എന്നിട്ട് ദൈവം ശലോമോൻ രാജാവിനോട് ചോദിച്ചു, നിനക്ക് ഞാൻ എന്ത് തരണം, നിനക്ക് എന്താണ് ആവശ്യം എന്ന് ചോദിച്ചു. ദൈവമേ, ജനത്തെ ഭരിക്കുവാനുള്ള ജ്ഞാനം എനിക്ക് തരണമേ എന്ന് ശലോമോൻ രാജാവ് പറഞ്ഞു. അതിലും ദൈവം പ്രസാദിച്ചു. അങ്ങനെ ഈ ഭൂമിയിൽ ആർക്കും ലഭിക്കാത്ത ജ്ഞാനം കൊണ്ട് ശലോമോൻ രാജാവിനെ ദൈവം അനുഗ്രഹിച്ചു. ആ ജ്ഞാനിയായ മനുഷ്യനാണ്, ആ ജ്ഞാനിയായ ശലോമോനാണ് സഭാപ്രസംഗിയിൽ പറയുന്നത്, യൗവനകാലത്ത് സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുവാൻ, യൗവനകാലം സൃഷ്ടാവിനെ അർപ്പിക്കുവാൻ. എന്തുകൊണ്ടാണ് ശലോമോൻ രാജാവ് യൗവനകാലത്ത് സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുവാൻ പറയുന്നത്? കാരണം ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ, ജീവിതത്തെ സൃഷ്ടിക്കുന്നത് അദ്ദേഹത്തിന്റെ യൗവനകാലത്തിലെ പ്രവർത്തികളാണ്. അദ്ദേഹം യൗവനകാലത്ത് എന്ത് ചെയ്യുന്നോ അതാണ് ആ മനുഷ്യൻ. ആ ഒരു മനുഷ്യന്റെ ഏറ്റവും ആരോഗ്യമുള്ള ഒരു സമയമാണ് യൗവനം. ഒന്നിനും വഴങ്ങാത്ത, ഒന്നും വിട്ടുകൊടുക്കാത്ത ഒരു സ്വഭാവമുള്ള ഒരു കാലഘട്ടമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ യൗവന സമയം എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മളെ സൃഷ്ടിച്ചവനെ മറന്നു പോകുവാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, യൗവനകാലത്ത് സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ഈ ലോകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ യൗവനകാലത്താണ്. ജോൺ പോൾ രണ്ടാമൻ ഇങ്ങനെയാണ് പറയുന്നത്, യൂത്ത് ഈസ് ഓപ്പർച്യൂണിറ്റി. അതെ, യൗവനം അവസരങ്ങളാണ്. നമ്മളുടെ ജീവിതത്തിൽ ദൈവം ഓരോ താലന്തുകളും നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിൽ ഓരോരുത്തരിലും ദൈവം ഒരു താലന്ത് നൽകിയിട്ടുണ്ട്. ആ താലന്ത് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സമയമാണ് യൗവനം. പക്ഷെ അതുപോലെ തന്നെ ജഡയുഗത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി ആ താലന്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല സമയം കൂടിയാണ്. അതിന് അങ്ങനെ ഉപയോഗിക്കാൻ ചാൻസ് കൂടുതലുള്ള ഒരു സമയമാണ് യൗവനകാലം. പക്ഷേ അത് കഴിഞ്ഞിട്ട് വാർദ്ധക്യമാകുമ്പോൾ, ദൈവമേ നീ എനിക്ക് ഇത്രയും കഴിവ് തന്നിട്ട് ഇച്ചിരി മുട്ടുവേനയൊക്കെ വരുമ്പോൾ, ദൈവമേ എനിക്ക് അന്ന് എൻ്റെ ആരോഗ്യമുള്ള സമയത്ത് എനിക്കത് ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന് നമ്മൾ പരിതപിക്കേണ്ട അവസ്ഥ നമുക്ക് ഉണ്ടാകരുത്. അതുകൊണ്ട് നിങ്ങളുടെ യൗവനകാലത്ത് നിങ്ങളുടെ സൃഷ്ടാവിനെ നിങ്ങൾ ഓർത്തുകൊള്ളണം. ആദാം മുതൽ ശൗൽ വരെ നമ്മൾ വേദപുസ്തകത്തിൽ നോക്കുകയാണെങ്കിൽ അവരെല്ലാം അവരുടെ യൗവന പ്രായത്തിലാണ് കൂടുതൽ ശോഭിച്ചിട്ടുള്ളത്. മറ്റു സമയങ്ങളിലും ശോഭിച്ചിട്ടുണ്ട്, പക്ഷേ കൂടുതലായി ശോഭിച്ചിട്ടുള്ളത് യൗവന കാലഘട്ടത്തിലാണ്. യേശുവിന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത് 30-ാം വയസ്സിലാണ്. യേശുവിന്റെ ശിഷ്യന്മാരെ നമ്മൾ നോക്കിയാൽ അവർ ദൈവത്തെ അനുഗമിച്ചത് അവരുടെ കൊച്ചു പ്രായങ്ങളിലാണ്, യൗവന സമയത്താണെന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. പക്ഷേ നമ്മൾ വേദപുസ്തകം നോക്കിയാൽ ഭൂരിഭാഗം പേരും യൗവന പ്രായത്തിലാണ് ദൈവത്തെ അനുഗമിച്ചിട്ടുള്ളത്. പക്ഷെ ഇന്നത്തെ മനുഷ്യരുടെ ചിന്ത എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ യൗവനകാലത്തിൽ ഞാൻ ഇഷ്ടംപോലെ ജീവിച്ചിട്ട്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ അടിച്ചു പൊളിച്ചങ്ങ് ജീവിച്ചിട്ട് എൻ്റെ വാർദ്ധക്യമാകുമ്പോൾ ഞാൻ ദൈവത്തെ അറിഞ്ഞുകൊള്ളുക, ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്നാണ് പല മനുഷ്യരും പറയുന്നത്. എൻ്റെ പപ്പായും അമ്മയും പോലെ ഒരു 40 കഴിയട്ടെ, ഒരു 50 കഴിയുമ്പം ദൈവത്തെ ആശ്രയിച്ചാൽ പോരെ. അങ്ങനെയാണ് ഇന്ന് പലരുടെയും ചിന്ത. പക്ഷെ അതൊരു മൂഢചിന്തയാണ്. കാരണം ഒരു മനുഷ്യന്റെ ജനന സമയം ഒരു ഡോക്ടറിന് നിശ്ചയിക്കാൻ കഴിയും, പക്ഷേ മരണസമയം ഒരു പ്രവാചകനും പ്രവചിക്കാൻ പറ്റില്ല, ഒരു ഡോക്ടറിനും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവം നൽകിയിട്ടുള്ള ഈ ആയുസ്, അതിൻ്റെ ഏറ്റവും നല്ല സമയമാകുന്ന യൗവനകാലം ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കണം. നമ്മൾ വേദപുസ്തകം നോക്കിയാൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കേണ്ടിയിരുന്ന മനുഷ്യനാണ് ശിംശോൻ. പക്ഷേ ശിംശോൻ തൻ്റെ യൗവനകാലത്ത് ജഡമോഹങ്ങളിൽ, ലോകമോഹങ്ങളിൽ, ലോകത്തിൻ്റെതായ വഴികളിൽ വീണുപോയി ശിംശോൻ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം നശിച്ചു പോയെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ ജോസഫിനെ നമ്മൾ നോക്കിയാൽ, ജോസഫിനെ പോലെ പ്രതിസന്ധികൾ നേരിട്ട മനുഷ്യർ കുറവാണ്. ജോസഫിന് മാതാപിതാക്കളാൽ, സഹോദരങ്ങളാൽ, സുഹൃത്തുക്കളാൽ എല്ലാം തള്ളപ്പെട്ടു ജോസഫ്. പോത്തിഫറിന്റെ ഭാര്യയെ പോലെയുള്ളവർ ജോസഫിന്റെ ജീവിതത്തിൽ നേരിട്ടില്ലെന്നല്ല, പോത്തിഫറിന്റെ ഭാര്യയെ പോലെയുള്ളവർ അനേകർ ജോസഫിന്റെ ജീവിതത്തിൽ വന്നു. പക്ഷെ അതിലൊന്നും ജോസഫ് തളർന്നില്ല.
ജോസഫിന് സാഹചര്യങ്ങൾ അനുകൂലമായിരുന്നു. ജോസഫിന്റെ കൂടെ ആരുമില്ലായിരുന്നു. സാഹചര്യങ്ങൾ അനുകൂലമായിട്ടും പാപം ചെയ്തു എന്നല്ല ജോസഫിനെ കുറിച്ച് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത്. സാഹചര്യങ്ങൾ അനുകൂലമായിരുന്നിട്ടും ജോസഫ് ദൈവത്തിൽ ഉറച്ചു നിന്നു. അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹം നയിച്ചു. ഈ പോത്തിഫറിന്റെ ഭാര്യ കാരണം ജോസഫ് ഒരുപാട് അപമാനിതനായി നമുക്ക് പറയാം. പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ചു നിന്നതുകൊണ്ട്, അതിലൊന്നും പതറാതെ നിന്നതുകൊണ്ട് പോത്തിഫറിന്റെ ഭാര്യ ഉൾപ്പെടുന്ന ആ രാജ്യത്തിന്റെ മന്ത്രിയാക്കി ദൈവം ജോസഫിനെ ഉയർത്തി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ പേജിൽ ഇപ്പോൾ ഞങ്ങളെ കണ്ടിരിക്കുന്ന യുവജനങ്ങളെ, നിങ്ങൾക്ക് സാഹചര്യങ്ങൾ അനുകൂലമായാലും ചിലപ്പോൾ നിങ്ങളിപ്പോൾ പഠനകാര്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പാരൻസ് കാണത്തില്ല, നിങ്ങളുടെ ടീച്ചേഴ്സ് കാണത്തില്ല, നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരും കാണില്ല. നിങ്ങൾ ഒരുപക്ഷെ ഒറ്റയ്ക്കായിരിക്കാം. പക്ഷെ നിങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾക്ക് എത്ര സാഹചര്യങ്ങൾ അനുകൂലമായിരുന്നാലും പക്ഷേ നിങ്ങൾ പാപം ചെയ്യരുത്. ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കണം. നിങ്ങളുടെ പാസ്റ്ററിന്റെ മമ്മി ഒരു യൂത്ത് മീറ്റിങ്ങിൽ പറഞ്ഞ വാചകം അതിങ്ങനെയാണ്: യൗവനം ഒരു വനമാണ്. അനേകം കല്ലുകളും മുള്ളുകളും ക്രൂര മൃഗങ്ങളും കായ്ക്കനികളും കൊച്ചു കൊച്ചു അരുവികളും എല്ലാം ഉള്ള ഒരു വനമാണ് യൗവനം. ആ വനത്തിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കാലിലൊക്കെ, നമ്മുടെ ശരീരത്തിൽ കല്ലുകളും മുള്ളുകളും എല്ലാം അടിച്ചു കയറിയെന്നിരിക്കും. ചിലപ്പോൾ ക്രൂര മൃഗങ്ങളാൽ നമ്മൾ ആക്രമിക്കപ്പെട്ടെന്നിരിക്കും. പക്ഷേ ആ വനത്തിലേക്കുള്ള ആ യാത്ര നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചു നിന്നാൽ ആ യാത്ര അനുഗ്രഹപ്രദമായി തീരും. യൗവനം നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് യാത്ര ചെയ്താൽ ആ യൗവനം എന്ന വനത്തിലുള്ള ആ കായ്ക്കനികളും കൊച്ചു കൊച്ചു അരുവികളും നിങ്ങൾക്ക് അതിൻ്റെ നന്മ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ഇന്ന് നമ്മുടെ ലോകത്തിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചാൽ, നമ്മളൊന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ അനേകം കൊലപാതകങ്ങളും ആത്മഹത്യകളും വിവാദങ്ങളും എല്ലാം നടക്കുന്നത് യുവജനങ്ങളുടെ ഇടയിലാണ്. എന്താണ് കാരണം? എല്ലാവരും ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. ആരും ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല. പക്ഷെ എന്നെ കാണുന്നവരെ, യെശയ്യാവ് 55:6 ഇങ്ങനെ പറയുന്നു: യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ. അതെ, ദൈവത്തെ കണ്ടെത്താവുന്ന ഏറ്റവും നല്ല സമയം നിങ്ങളുടെ യൗവനകാലമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് ടൈം നിങ്ങളുടെ യൗവന കാലഘട്ടമാണ്. ഈ കാലഘട്ടം നിങ്ങൾക്ക് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാമോ? അങ്ങനെ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹപ്രദമായി തീരും. നിങ്ങൾക്ക് പാപം ചെയ്യാൻ സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കാം. പക്ഷേ നിങ്ങൾ അതിന് വിട്ടുകൊടുക്കാതെ നിങ്ങളുടെ സൃഷ്ടാവിനെ നിങ്ങൾ ഓർക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും. ദൈവത്തിൽ ആശ്രയിച്ചു നിൽപ്പാൻ ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണുന്നത് വരെ അത്യുന്നതന്റെ ചിറകിന്റെ മറവിൽ കർത്താവ് നിങ്ങളെ മറക്കട്ടെ. May God bless you abundantly. Amen. ഹല്ലേലൂയ. ആ യൗവനം, ഞങ്ങൾ ഇതിന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പേജിൻ്റെ പേര് തന്നെ അഡിക്റ്റഡ് ടു ജീസസ് യൂത്ത്സ് എന്നാണ്. അതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത്, നമ്മൾ യൗവനം നശിച്ചു പോകാൻ ഒരുപാട് അവസരങ്ങളുള്ള യൗവനമാണ്. എന്നാൽ യേശുവിന് വേണ്ടി നമുക്ക് യാത്ര ചെയ്യുവാൻ, യേശുവിന് വേണ്ടി ജീവിക്കാൻ തയ്യാറാകുവാണെങ്കിൽ നമ്മുടെ ലക്ഷ്യം ഒരിക്കലും നരകത്തിലേക്കല്ല, അത് സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തുന്ന, ആ നിത്യതയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ആ ഒരു യേശുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ ഒരു പുതിയ സോങ്ങാണ്, കുറച്ച് 1-2 വർഷമായിട്ടുള്ള ഇറങ്ങിയിട്ടുള്ള ഈ സോങ്, എന്നെ അൻപോട് സ്നേഹിപ്പാൻ. എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ആ പാട്ട് പാടുമ്പോൾ തന്നെ നമ്മളെ സ്നേഹിച്ച, നമ്മളെ ഇത്രമേൽ സ്നേഹിക്കുവാൻ, ഹല്ലേലൂയ, ആ ദൈവത്തിൻ്റെ നമ്മുടെ നേട്ടമോ അല്ലെങ്കിൽ നമ്മുടെ പുകഴ്ചയോ അല്ല, യേശു നമ്മളെ സ്നേഹിച്ചു, അൻപോട് സ്നേഹിച്ചു, മാർവോട് ചേർത്ത്. ഹല്ലേലൂയ. നമ്മളെ അപ്പൻ സ്നേഹിക്കും, അമ്മ സ്നേഹിക്കും, സഹോദരങ്ങൾ സ്നേഹിക്കും, സുഹൃത്തുക്കൾ സ്നേഹിക്കും. എന്നാൽ അതിനെക്കാട്ടി ഉപരിയായിട്ട് യേശുവിൻ്റെ സ്നേഹം നമ്മളിലേക്ക് പകരപ്പെടുവാൻ ഇടയായിത്തീരും. ആ പാട്ട് നമുക്ക് വേണ്ടി പ്രിയ മഹിമ പാടുന്നു.
ഉറവയേ തേനിലും മധുരമേ യേശുവേ മാറാത്ത മിത്രമേ യേശുവേ ഉയിരിൻ്റെ ഉയിരാണേ യേശുവേ മാറാത്ത മിത്രമേ യേശുവേ ഉയിരിൻ്റെ ഉയിരാണേ അവൻ്റെ മാറോട് ചേർത്ത് എന്നെ അളവ് അച്ഛ സ്നേഹം എനിക്ക് നൽകിയ ആ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. കൂട്ടം തെറ്റിപ്പോയി ഏകനായി മാറിയ കൂട്ടത്തെ വിട്ടിട്ട് തേടി നീ മുറിവുകൾ മാറ്റി തോളിൽ വച്ചതും നല്ലിടയനായി കൂടെ നടന്നതും കൂട്ടം തെറ്റിപ്പോയി ഏകനായി മാറിയ കൂട്ടത്തെ വിട്ടിട്ട് തേടി നീ എന്നെയും മുറിവുകൾ മാറ്റി തോളിൽ വഹിച്ചതും നല്ലിടയനായി കൂടെ നടന്നതും യേശുവേ മാറാത്ത മിത്രമേ യേശുവേ ഉയിരിൻ്റെ ഉയിരാണേ യേശുവേ മാറാത്ത മിത്രമേ യേശുവേ ഉയിരിൻ്റെ ഉയിരാണേ ഞാനൊരുവാകും മുമ്പേ എന്നെ കണ്ടു ആ ഉള്ളം കരത്തിൽ എന്നെ വഹിച്ചു ആ ഉരുവാകും മുമ്പേ എന്നെ കണ്ടു ആ ഉള്ളം കരത്തിൽ എന്നെ വഹിച്ചു ഉള്ളതു പോലറിഞ്ഞിടും ഉള്ളം കൈയാൽ താങ്ങിയിടും ഉന്നതനമുടയവനേ ഉള്ളതു പോലറിഞ്ഞിടും ഉള്ളം കൈയാൽ താങ്ങിയിടും ഉന്നതനമുടയവനേ യേശുവേ മാറാത്ത മിത്രമേ യേശുവേ ഉയിരിൻ്റെ ഉയിരാണേ യേശുവേ മാറാത്ത മിത്രമേ യേശുവേ ഉയിരിൻ്റെ ഉയിരാണേ യേശുവേ മാറാത്ത മിത്രമേ യേശുവേ ഉയിരിൻ്റെ ഉയിരാണേ. ഹല്ലേലൂയ. ആ യേശുവാണ് നമ്മുടെ ഉയിരിൻ്റെ ഉയിരായ മാറാത്ത മിത്രമായ യേശുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നിങ്ങൾ ഇത്ര നേരം ഞങ്ങളോട് ഒരുമിച്ച് ജോയിൻ ചെയ്തു. ഞാനൊരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പ്രസംഗിക്കുമല്ല, നമുക്ക് ഒരുമിച്ച് ഒരു പാട്ടും കൂടെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു എന്നാണ്. ഞാൻ പറഞ്ഞു, പ്രിയ സ്നേഹ മെസ്സേജിലൂടെ പറഞ്ഞു, യൗവനത്തിലെ ചിന്ത എന്ന് പറയുമ്പോൾ ജഡത്തിലുള്ളവർ ജഡത്തിൻ്റെ പ്രവൃത്തികളാലാണ് കൂടുതലും യൗവനക്കാർ യാത്ര ചെയ്യുന്നത്. ജഡസ്വഭാവമുള്ളവരായി ജഡത്തിൻ്റെ ചിന്തകളോടുകൂടിയാണ് ജീവിക്കുന്നത്. എന്നാൽ ദൈവത്തിലായിരിക്കുമ്പോൾ നമ്മൾ ആത്മാവിൽ ജീവിക്കുവാനിടയായിത്തീരും, ആത്മാവിനുള്ളത് ചിന്തിക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് എന്നെ കാണുന്ന നിങ്ങൾ യൗവനക്കാരായിരിക്കാം, അല്ലെങ്കിൽ യൗവനം കഴിഞ്ഞ് വാർദ്ധക്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ അതിപ്രായം കുറഞ്ഞവരായിരിക്കാം എന്നെ കാണുന്നത്. നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, യൗവനം
യേശു തൻ്റെ യൗവനത്തിലാണ്, യേശു തൻ്റെ യൗവന രക്തമാണ് നമുക്ക് വേണ്ടി ഒഴുകിയത്, നമുക്ക് വേണ്ടി ജീവനെ നൽകിയത് യേശു തൻ്റെ യൗവനത്തിലാണ്. അതുകൊണ്ട് യൗവനക്കാരായ ഈ യൂത്ത് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഒരുപാട് ജഡത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരുപാട് അഴിഞ്ഞാടി ജീവിക്കുന്ന ഒരവസരമാണ് ഇന്ന് കണ്ടുവരുന്നത്. അതുകൊണ്ടാണ് പാപങ്ങൾ കൂടി വരുന്നത് ലോകത്തിൽ. എന്നാൽ ഈ വാക്യത്തിൽ പറഞ്ഞ പോലെ ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളത്, ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു. പിന്നീട് ഒരു വാക്യം കൂടെ അതിൻ്റെ കൂടെ ചേർന്ന് പറയുന്നുണ്ട്, ജഡത്തിൻ്റെ ചിന്ത മരണം. നമ്മൾ ജഡത്തിനുള്ളത് ഇന്ന് അനേകർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിനെല്ലാം ഒരു അവസാനമുണ്ട്, അതിനൊരു മരണമുള്ളതാണ്. എന്നാൽ ആത്മാവിൻ്റെ ചിന്ത എന്താണ്? ജീവനും സമാധാനവും തന്നെ. ഹല്ലേലൂയ! ആ ഒരു ജീവനും സമാധാനം യേശു നമ്മുടെ ഉള്ളത്തിലേക്ക് പകർന്ന് നൽകി ഓർത്ത് എത്ര പേർ സന്തോഷമായിരിക്കുന്നു. ഹല്ലേലൂയ! അതുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കാം. നമ്മുടെ യൗവനം, നമ്മുടെ ജീവിതം ഒരു ജീവിതമേ ഉള്ളൂ ലോകത്തിൽ. ഹല്ലേലൂയ! പിന്നീട് വീണ്ടും ഒരു മരണശേഷം വീണ്ടും ജീവിക്കാം എന്ന് കരുതിയാൽ ആർക്കും അസാധ്യമാണ്. നിത്യത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ നിത്യതയിൽ എത്തിച്ചേരുവാൻ ആത്മാവിൻ്റെ ചിന്ത, ആത്മാവിൽ ഒന്ന് ജീവിക്കുവാൻ, ജീവനും സമാധാനമുള്ള ആ ജീവിതം നയിക്കുവാൻ നമ്മൾ യൗവനക്കാരാകുന്ന നമ്മൾ ഒരുമിച്ച് ചേർന്ന് യേശുവിന് വേണ്ടി മുന്നേറുവാൻ ഇടയായി തീരണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു പാട്ടും കൂടെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ പാട്ട് പാടുമ്പോൾ തന്നെ ഞങ്ങൾ ഇത്രയും നേരം പാടി ആരാധിച്ചു. ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ, ആനന്ദ ഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. ഹല്ലേലൂയ! ദുഃഖത്തോടെ ഭാരത്തോടെ ആയിരിക്കാം നിങ്ങൾ ഇരിക്കുന്നത്, എന്നാൽ ഞാനെന്നും സ്തുതിക്കുന്നത് ആനന്ദ ഗാനങ്ങൾ പാടി പുകഴ്ത്തിയാണ് ഞാൻ സ്തുതിക്കുന്നത്. എന്തുകൊണ്ട്? പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും എൻ്റെ പ്രാണനെ കാത്തവനായ യേശുവിനെ ഞാൻ, രക്ഷകനായ യേശുവിനെ ഞാൻ ആരാധിക്കുമെന്ന് ഒരുമിച്ച് പറഞ്ഞുകൊണ്ട് പാപത്തിൽ ശാപത്തിൽ നിന്നും എൻ്റെ പ്രാണനെ കാത്തവനെന്നും, പാപത്തിൽ ശാപത്തിൽ നിന്നും എൻ്റെ പ്രാണനെ കാത്തവനെന്നും, പാരി തന്നൻപിനു തുല്യമിതൊന്നും ഞാനെന്നും സ്തുതിക്കും എൻ തിരുമനസുതനെ, ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും എൻ തിരുമനസുതനെ, ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. ആയിരം നാവുകളാലും 10,000 വാക്കുകളാലും, 1000 നാവുകളാലും 10,000 വാക്കുകളാലും ആ ദിവ്യ സ്നേഹമവർണ്യമരാലും ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമന. ഗാനങ്ങളെ ചേർത്തടിച്ചുകൊണ്ട് ഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ, ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. നൽകിയവൻ രക്ഷാദാനം, തന്നിൽ കണ്ടു ഞാൻ ദൈവിക ജ്ഞാനം. നൽകിയവൻ രക്ഷാദാനം, തന്നിൽ കണ്ടു ഞാൻ ദൈവിക ജ്ഞാനം. പദസേവയതെന്നഭിമാനം ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ, ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ, ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. ഒരു ബലധരവശ എത്ര പേർക്ക് പറയാൻ സാധിക്കും? ഞാനെന്നും സ്തുതിക്കും, ആനന്ദ ഗാനങ്ങൾ പാടി ഞാനെന്നും എൻ്റെ പരനെ സ്തുതിക്കും. ഹല്ലേലൂയ! ഞങ്ങളിവിടെ ജോയിൻ ചെയ്യുന്ന എല്ലാവരും ഒരുമിച്ച് പറയാൻ സാധിക്കും, ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി ജഡത്തിലല്ല ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ ആത്മാവിനുള്ളത് ചിന്തിച്ചുകൊണ്ട് ജീവനും സമാധാനവും തന്ന യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കും എന്നൊരു തീരുമാനം ഒരുമിച്ച് പറയാമോ? ഹല്ലേലൂയ! അതുകൊണ്ട് ഇങ്ങനെ പാടാം നമുക്ക് ഒരുമിച്ച്. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ, ദൈവമേ നീ മാത്രം യോഗ്യനാ, ആരാ
കൂടെ ചേർന്ന് പറയാം. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ, ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്ന് നീ യോഗ്യനാ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എത്ര പേരൊന്ന് സന്തോഷമായിരിക്കുന്നു? നിങ്ങൾ അന്യഭാഷകളിൽ നിന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. നീ പരിശുദ്ധനാകുന്നു കർത്താവേ. ഹല്ലേലൂയ. എൻ്റെ യൗവനം, എൻ്റെ ജീവിതം അങ്ങയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. അങ്ങയ്ക്ക് വേണ്ടി ഞാൻ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് തീരുമാനമെടുക്കാം. ഈ ഭാഷ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു തീരുമാനം ഹൃദയത്തിലെടുക്കാമോ? ഞാൻ ജഡത്തിനുള്ള ചിന്തിച്ചു, എന്നാൽ ഇന്ന് മുതൽ ഞാൻ ആത്മാവിനുള്ള ചിന്തിക്കും. ആത്മാവിന് വേണ്ടി ഹല്ലേലൂയ. ആത്മാവിന് അധീനതയിൽ ഹല്ലേലൂയ ഞാൻ ജീവിക്കാൻ, യേശുവിന് വേണ്ടി ജീവിക്കുവാൻ ഞാൻ തയ്യാറാകുന്നു പിതാവേ എന്ന് ഒരുമിച്ച് എന്നോടുകൂടെ ചേർന്ന് പറയാമോ? ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ അന്യഭാഷകളിൽ നിന്ന് സ്തുതിക്കാമോ? ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ദൈവം കൃപ തന്നോർത്ത് നന്ദി പിതാവേ. ഞങ്ങളെ ആദ്യം മുതൽ അവസാനം വരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും ആ പരിശുദ്ധാത്മാവ് വലിയ പ്രവർത്തിച്ചിരിക്കുന്നുണ്ട്. നന്ദി പിതാവേ. അവരുടെ ജീവിതത്തിന്റെ രോഗങ്ങളുടെ അവസ്ഥ, അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടും എല്ലാം അനുഗ്രഹമാക്കി ദൈവം മാറ്റുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവരുടെ ജീവിതം, അവരുടെ യൗവനം ഹല്ലേലൂയ യേശുവിന് വേണ്ടി ജീവിക്കുവാൻ ജഡത്തിന്റെ പ്രവർത്തികളാലല്ല, ആത്മാവിന്റെ ആ പ്രവർത്തികളാൽ ആത്മാവിൽ ജീവിതം നയിക്കുവാൻ അവരുടെ ഹൃദയത്തിൽ ഇന്ന് മുതൽ ഒരു തീരുമാനമെടുക്കുന്നു. ഹല്ലേലൂയ. അതൊരു അനുഗ്രഹമാക്കി ദൈവം മാറ്റുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും ഈ ഫേസ്ബുക്ക് പേജിന്മേലും ഹല്ലേലൂയ ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെ മേലും വലിയ അനുഗ്രഹത്താൽ ദൈവം നിറയ്ക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളോട് ജോയിൻ ചെയ്ത എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ ഫേസ്ബുക്ക് സുഹൃത്തുക്കളുണ്ട്, അതുപോലെ ഈ പേജിൽ ആയിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഞങ്ങളെ ഇതിലേക്ക് ക്ഷണിച്ച പാസ്റ്റർ പ്രിൻസ് ജോൺസനെ ഓർത്ത് പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ലൈവ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.